ഇത് കണ്ടോ, IAS ഓഫീസർ ചിരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്യുവോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് വിജയ്. ശരാ, അവര് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു, അത് തുടങ്ങിയിട്ടില്ല, ആ കേസിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് അവർ ചിരിക്കുവോ സംസാരിക്കുവോ അവിടെ നിന്ന് കഴിക്കുവോ എന്ത് ചെയ്താൽ ഇവർക്ക് എന്താ? ഇത് മീഡിയ ഒപ്പിച്ച പണിയത്, അല്ലാതെ അതിനകത്ത് വേറെ വലിയ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അവിടെ ഒരു കുട്ടി ശരിയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവരൊക്കെ എത്ര എണ്ണമായിരിക്കും തമിഴ്നാട് കേൾക്കുന്നത്? ഈ ഒരെണ്ണം മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന സംഭവമാണ്. ഈ കാണുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇവരുടെ ആരും ജീവിത രീതി. അവരെന്ന് പറഞ്ഞാൽ ഡെയിലി ക്രൈംസ് തന്നെ, ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് തന്നെയായിരിക്കും കേൾക്കുന്നത്. അത് കേൾക്കുന്നുണ്ട് ഇവർ ചിരിക്കാനേ പറ്റത്തില്ല അവർക്ക് ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മുരടിച്ച് അവരിങ്ങനെ സങ്കടപ്പെട്ട് പേടിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെ പേടിക്കൊക്കെ വേണോ ഒരു IAS ഉദ്യോഗസ്ഥനോ ഒക്കെ? ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവർ പേടിക്കണം, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ അവരുടെ പണി നടക്കുമോ? അവർ ജീവിക്കണ്ടേ? അവർ പ്രസ് മീറ്റിന് കൃത്യമായിട്ട് അവർ സംസാരിക്കുന്ന വേറെ വീഡിയോ ഉണ്ട്. ഞാനത് തപ്പി നോക്കിയപ്പോൾ അവർ പ്രസ് മീറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്താ അവിടെ നടന്ന കാര്യങ്ങൾ. അതിനെപ്പറ്റി ഒരു തമാശ അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അത് നടക്കുന്നതിന് മുമ്പ് അവർ അതിന് മുമ്പ് ഇതിനേക്കാൾ വലിയ കേസ് ഡീൽ ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ ഇല്ല, അവർക്ക് ഒരിക്കലും പറ്റത്തില്ലെന്ന് അവർ പറയുന്നത്. ഇതിന് മുന്നേ പറയുന്നത് ഏത് സെക്കൻഡ് വരെയും അവർക്ക് അത് ചിരിക്കാനും കരയാനും ഒക്കെ ഉള്ളതുണ്ട്. അവർ ഈ കുട്ടി മരിച്ചു ഒരു കൊച്ചിനെ ബലാത്സംഗം ചെയ്തു വന്നു എന്നല്ലല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസ് മീറ്റ് തുടങ്ങിയപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഈ മീഡിയക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം മീഡിയക്കാർക്കാ. മനസ്സിലായി? മീഡിയ ആണ് വിജയ് ആക്ഷൻ എടുക്കുന്നത്. അവരത് എടുക്കരുത്, അവരതെടുക്കാനല്ലല്ലോ വന്നത്. ചേടാ ഇത് കൊള്ളാം, അത് വിജയ് തെറ്റാ ചെയ്തേക്കുന്നത്. വിജയ് ചെയ്യേണ്ടത് നേരെ മറിച്ച് മീഡിയ ഇങ്ങനെ ചെയ്യരുതെന്നാ പറയണ്ടേ. കാരണം ഇപ്പൊ വിജയ് തന്നെ ആയിക്കോട്ടെ, സസ്പെൻഷൻ കൊടുത്തൊക്കെ കേൾക്കുന്നത് ആണോ? അല്ല, എന്താണെങ്കിലും അത് ചെയ്തിട്ടില്ലെങ്കിലും മീഡിയയെ വാൺ ചെയ്യണം. കാരണം മീഡിയ എന്തൊരു മോശം സാധനം അടിച്ചു വിട്ടത്. ഇത് ആരെ അവർ ഇതാക്കിയത്, പേരുദോഷം ഉണ്ടാക്കിയത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റെയോ സ്റ്റേറ്റിന്റെയോ? അല്ല, ഇത്രയും ഒരു IAS ഓഫീസർ ചിരിക്കാൻ പാടില്ല, നേരത്തെ നമ്മുടെ ഡോക്ടർമാർ ഡാൻസ് കളിക്കാൻ പാടില്ല. ഇവരെന്ത് ചെയ്യും പിന്നെ? ഇവരുടെ തൊഴിൽ ഇതാണ്, ഇവരെന്നും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നവരാണ്. അവർ അതിനിടയ്ക്ക് ചിരിക്കാം, അവർക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഇങ്ങനെ എന്തോ ഒരു ടെൻഷൻ കാരണം പുള്ളിക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. സാമൂഹ്യത്തിൽ പോകുന്ന ഇതെല്ലാം കൂടെ എല്ലാ ദിവസം കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ കോടതി ചെന്ന് കഴിഞ്ഞാൽ എന്തോ കേൾക്കുന്നത്? ഡെയിലി തെറിയും കച്ചറയും കൊലപാതകവും ബലാത്സംഗവും പീഡനവും മോഷണവും പിടിച്ചുപറിയും തമ്മിത്തല്ലും ഇതൊക്കെ തന്നെ എന്നും നടക്കുന്നത്. പോലീസുകാരുടെ ഭാഷ പിന്നെ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് ചെയ്യുന്ന അതിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലെന്ന്. ഇത് മീഡിയക്കാർ ഇത് ചെയ്യാൻ പാടില്ലാത്ത അവരെടുക്കാൻ വന്നത് പ്രസ് മീറ്റ് ആണെങ്കിൽ അത് എടുക്കാവൂ. അല്ലാതെ ഈ സാധനം പബ്ലിഷ് ചെയ്തവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അങ്ങനെ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇവര് ആരാണോ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് അവരെ കർശനമായി വിലക്കണം, ഫൈനും കൊടുക്കണം. തെണ്ടിത്തരം കാണിക്കരുത്. വരാവോ അങ്ങനെ പറ്റും. ഓണാക്കരുത്, ഒന്നും റെക്കോർഡ് ചെയ്ത് റെക്കോർഡെന്ന സാധനം ഞെക്കിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. മനസ്സിലായി? ഇവരുടെ അടുത്തുനിന്ന് ഇറങ്ങുമ്പോൾ ചെക്ക് ചെയ്തിട്ട് വിടാവും. ഇവര് ആയേക്ക് വന്ന് പാപ്പരാശി പണിയെ കാണിച്ചത് തെണ്ടിത്തരം. എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞു ഈ നാട്ടുകാർ മൊത്തം. അവർ ചിരിച്ചു. അവർ ആ കൊച്ചിനെ എന്തോ മരിച്ചതിന്റെ തമാശ പറഞ്ഞ് ചിരിച്ച പോലെ ഇമാരത് ഇത് പ്രചരിപ്പിച്ചത്. ബിസിനസ് ഇതെന്ത് ബിസിനസ്? ഇവന്റെ ഒക്കെ വീട്ടിൽ ചെന്ന് ഇവന്റെ അമ്മയുടെ കുളിസി വരെ എടുത്തിടുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അതിലും കൂടുതൽ ഓടുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വന്തം അമ്മയുടെ കുളിസിയും പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകൻ അങ്ങോട്ട് ഇട്, കുറെ കാശ് കിട്ടുവാന്. അല്ല ഭാര്യയോ മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പിടിച്ച് തുണിയില്ലാതൊക്കെ പറിച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് കാശിനല്ലേ? അതൊന്നും അവൻ ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ വല്ലവരുടെയും അത് അവര് അങ്ങനെ ചെയ്തല്ലെന്നുള്ള കാര്യം 100% ഒരിക്കലും എന്തോടെ ഈ പറയുന്നത്? ഇത് കേട്ടിട്ട് ഈ രീതിക്ക് ചിന്തിക്കാനും വേണ്ടി മണ്ടന്മാരാണ് ഇവരൊക്കെ. അത്രയ്ക്ക് മണ്ടന്മാരൊരു നാട്ടിലാണ് നമ്മൾ. അവിടോട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത്രയും മണ്ടന്മാരോടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരിക്കലും അവരത് പറഞ്ഞ് ചിരിക്കത്തില്ല. കാരണം എന്താ? അവര് നല്ല രീതിയിൽ പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. യുക്തിബോധം ഇല്ല, ഈ പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധി ഇല്ല, കോമൺ സെൻസ് ലോജിക്കും ഈ രണ്ട് സാധനവും ഇല്ല, IQ ഇല്ല, EQ ഇല്ലാതെ ഒരാൾ കയറി വന്ന് ചുമ്മാ ഇരിക്കുന്ന സ്ഥലമാണോ ഇത്? അവരവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കില്ല, ഗവൺമെന്റ് സർവീസിലല്ലേ? അവരങ്ങനെ ആ ഒരു കേസ് പറഞ്ഞ് ഒരിക്കലും ചിരിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരിക്കത്തില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാവർക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരുണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായപ്പോൾ എന്താ ചെയ്യേണ്ടത്? മേലിൽ ഇത് ആവർത്തിക്കരുത്. മനസ്സിലായി? ഇവർ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയല്ല. ഒരു സ്ഥലത്തിരുന്നു, അവരത് ഓണാക്കിയിട്ടില്ല, അവരുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അവർ വിശന്ന് പെണ്ണിലെടുത്ത് കഴിച്ച ഇമാർ പറയും കണ്ടോ മരിച്ചു കിടക്കുന്ന കൊച്ചവിടെ കിടക്കുമ്പോൾ ഇവരെടുത്ത് കഴിച്ചെന്നൊക്കെ പറയും. ചിരിക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ മരം പോലെ ഇരിക്കുവോ ഒരു IAS ഓഫീസർ? എന്തൊരു ഗതികെട്ട മനുഷ്യരായവര്. ഈ നാട്ടിൽ കുറെ പേര് ഷെയർ ചെയ്തിട്ട് എന്തൊരു ഷെയറിംഗ് ആണെന്നറിയോ? ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചിരിച്ചു കാണിച്ചെന്ന്. അവരതല്ല ചെയ്തത്. അവരാ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഞാൻ മീഡിയയുടെ അടുത്ത് നോക്കി, അവിടുത്തെ ന്യൂസ് എടുത്ത് നോക്കിയപ്പോൾ പ്രസ് മീറ്റ് പക്ക ക്ലിയറാ. പ്രസ് മീറ്റ് തുടക്കത്തിട്ട് അവസാനം വരെ വളരെ കൃത്യമായിട്ട് അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ആ സ്ത്രീ. അവരെ അപമാനിച്ചു, ഇതിനെതിരെ അവർ കേസ് കൊടുക്കണം. മനസ്സിലായോ? ആ മീഡിയയുടെ നല്ല കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കണം ഇവർക്ക്. അവർക്കുണ്ടായ മാനഹാനി എന്താണ്? അവരുടെ കരിയറിനെ തന്നെ ബാധിച്ചില്ല. ഇനി ഇവരെ ആരും റെസ്പെക്ട് ചെയ്യൂ? സാധാരണക്കാരൊന്നും ആലോചിച്ച് ചോദിക്കുക അവരെ പറ്റി എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നിട്ട് വിജയ് എന്തോ ചെയ്തു? വിജയ് സസ്പെൻഷൻ ചെയ്യുന്നൊക്കെ ഞാനും കണ്ടെന്നേ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ അടിച്ചു വിട്ടാണ് അത് നന്നായി. പക്ഷേ വിജയ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മീഡിയ വാൺ ചെയ്യണം. മീഡിയ കാണിക്കുന്ന ഇത്തരം തെണ്ടിത്തരങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. കള്ളവാർത്ത, അപവാദ പ്രചരണം, അപരാധം പറച്ചിൽ,
ആൾക്കാരെ ഏത് രീതിയിലും ചെന്ന് ഇവരൊക്കെ എന്തോ പ്രശ്നം ഇവരുടെ. ഇതിനൊക്കെ ഒരു കൺട്രോൾ വേണം. മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഇപ്പൊ ഈ നാട്ടിൽ മീഡിയനെ കൺട്രോൾ ഇല്ല. മീഡിയ തോന്നിയ പോലെ കണ്ടൊക്കെ എടുത്തങ്ങ് വിടുക. അത് ഓരോ ടൈറ്റിൽ അടിച്ച് വാർത്താ ചാനലുകളാണ് ഇത് വരുന്നത്. ഇത് ചുമ്മാ യൂട്യൂബർമാർ വല്ലതും പറയുന്ന കാര്യമൊന്നുമല്ല. എവിടെ ഇരുന്നിടത്തിന് എടുത്തിട്ട് വിടുന്ന സാധനമല്ല ഇത്. ഓ എല്ലാം മഞ്ഞയാ. മഞ്ഞ 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 പത്രങ്ങൾ തൂറി 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 മെഴുകുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്ന് പറഞ്ഞ എല്ലാ പത്രക്കാരും നടക്കുന്നത്. അവരെ നോക്കിയാലേ അവർക്ക് കാശ് കിട്ടത്തുള്ളൂ. അപ്പൊ അവരെ നോക്കിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതൊക്കെ. എടാ ഇത് എന്തൊരു കഞ്ഞി ജീവിതമാ ഈ മീഡിയക്കാർ. അതായത് മാധ്യമങ്ങളുടെ അത്രയും ഗതികെട്ട ജീവികൾ ഇന്ന് എവിടെയില്ല. ഇത്രയും ഗതികേടുള്ള മനുഷ്യര്. കൂലിപ്പണി എടുക്കുന്നവൻ എന്ത് മാന്യമായിട്ട് ജീവിക്കുന്നു. അവനത് ആ പണി കറക്റ്റായിട്ട് ചെയ്തില്ലേ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാർപ്പൻറ്റർ, പെയിന്റർ, ആരും ആയിക്കോട്ടെ, ഓട്ടോ ഓടിക്കുന്നവന് മര്യാദയ്ക്ക് ഓടിക്കണം. അല്ല വണ്ടി ഇടിക്കാനൊക്കെ സാധ്യത. വണ്ടി ഇടിച്ച് കുറെ ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഓട്ടോക്കാർ ഇച്ചിരി പ്രശ്നം കാണിക്കാറുണ്ട്. എല്ലാവരും അല്ല കുറച്ച് പേര്. എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലും അതിന്റെ ഒരു മാന്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു. ഇവൻ ഇറങ്ങി ചെന്ന് വേറെ അടുത്തോട്ട് ചെന്ന് വരുമ്പോൾ വിഷം അടിച്ച് പച്ചക്കറി അവൻ തിന്നുന്നുണ്ടെന്നേ. ഈ കറപ്ഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എല്ലാവരും കറപ്റ്റഡ് അയക്കുക. ഈ നാട്ടിൽ ആരാ കറപ്റ്റഡ് അല്ലാത്ത? ഇനി ഈ പറഞ്ഞ IAS ഉദ്യോഗസ്ഥ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെ പിടിക്ക്. അല്ലാതെ അവർ ചിരിച്ചു. പക്ഷെ ഇവരൊന്നും ചിരിക്കാൻ പാടില്ല. ഡോക്ടർമാർ അങ്ങനെ കിടന്ന് ഡാൻസ് കളിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടേക്ക് ഓർക്കുന്നുണ്ടോ? 2 ഡോക്ടേഴ്സ് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കര പ്രശ്നം. ഡോക്ടർമാർ ഡാൻസ് കളിക്കാവോ? ഡോക്ടർമാർ ഇങ്ങനെയാണോ? ഡോക്ടർ അതല്ലേ വേണ്ട ഇതല്ലേ? അപ്പിടുന്നുണ്ടോ എന്ന് ഇവർ ചിന്തിക്കുന്നില്ല അല്ലേ? അതും പറഞ്ഞേനെ അല്ലേ? വീഡിയോ എടുത്തിട്ട് നോക്ക് ഡോക്ടർ അപ്പിടാൻ കയറിയെന്ന്. സർജറി കഴിയുന്നതിനോ സർജറിക്കിടെ ഒന്ന് അപ്പിടാൻ മുട്ടി കയറി. അത് ഭയങ്കര പ്രശ്നമാവും. ഏത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതെ, അത് നേരത്തെ എന്താ തൂറാഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ 2-3 കൂട്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരും ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ടിന് ജോലി ചെയ്യുന്നവരാ. നമുക്ക് പോലീസുകാരോട് വിരോധം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെ ഈ കറക്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരുണ്ട്. അവരോടുള്ള വിരോധം എല്ലാവരും അങ്ങ് തീർക്കാൻ പറ്റില്ല. അടിച്ച് ആശയവിച്ച് സംസാരിക്കാറുള്ളത് ഞാനാണെങ്കിലും മൊത്തത്തിൽ പോലീസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ സീൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇവർക്ക്? എനിക്ക് മനസ്സിലായില്ല. നാട്ടുകാരെല്ലാം ഷെയർ ചെയ്തു. മെയിൻ സ്ട്രീം മീഡിയ വരെ ഇങ്ങനെ ടൈറ്റിൽ വിട്ട് അവരെ സസ്പെൻഡ് ചെയ്യണം. എന്തൊക്കെയാ ഇവര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ? എന്തൊരു തെണ്ടികളാന്ന് നോക്കണം. തെണ്ടികള്. മറ്റേ കോക്ക് വിളിച്ചോലെ പട്ടികളെ പട്ടി മാധ്യമങ്ങളെ നാണമില്ലടാ പട്ടികളെ. നിനക്കൊക്കെ ഇങ്ങനെ നക്കി തിന്നുന്നവന്റെ ഇല നക്കി പട്ടിയുടെ കിറുനക്കി പട്ടി. അങ്ങനെയൊക്കെ കോക്കാണ് ഇപ്പൊ അങ്ങനെ വിളിച്ചത്. പക്ഷെ നമുക്കതൊന്നും എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. മൈരന്മാരെ നാണമില്ലേടാ മൈരന്മാരെ. നിനക്കൊക്കെ നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അല്ല അറിയാൻ വേണ്ട ഈ ന്യൂസ് ഇങ്ങനെ പ്രചരിപ്പിച്ച നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ബോധം ഇല്ലാത്തതിന്റെ അല്ലല്ലോ, ചിന്തിക്കാൻ ശേഷി ഇല്ലാത്തതിന്റെ ആണോ? ജേർണലിസ്റ്റോ പഠിച്ചേക്കുന്നത് എന്തോ പഠിച്ചേക്കുന്നത് ഇങ്ങനെ ഫോർമാറ്റ് ഉണ്ടെന്ന് അതേ അറിയത്തുള്ളൂ. ഇത് പഠിക്കുന്നുണ്ടെന്ന് തോന്നിയവര് ഗതികേടാ പഠിപ്പിക്കൂ ഇങ്ങനെയൊക്കെ. ഗതികെട്ടവന്മാരായി പോയിട്ട് ഗതികെട്ടവന്മാർ ഇങ്ങനെ എന്തൊരു ഗതികേടാണ് നിന്റെയൊക്കെ. ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തവന്റെ ഗതികേട്. ഈ റിപ്പോർട്ട് ചെയ്തവരെ അടക്കം പരാതി കൊടുത്ത് അവരെ അകത്താക്കേണ്ടതാ. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അവൻ ആരാ? ഇവൻ എന്തൊരു തെണ്ടിയായിരിക്കും. അവൻ ആരെയാ പിടിക്കുന്നത് കണ്ടതെന്ന്? അവരെന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ എത്തിയേക്കുന്നത്. എവിടെ നിന്ന് കിട്ടാൻ ഇവനെ? അവര് തന്നെ പൊക്കും. ഇവനെ പൊക്കണം. എനിക്ക് ആ ഓഫീസറോട് പറയാനുള്ളത് ഈ ന്യൂസ് വിട്ട സകലനെ സൈബർ സെല്ല് പൊക്കിയിട്ട് ഇവന്മാരെ പൊക്കണം. ഈ ടൈറ്റിൽ അടിച്ചവനടക്കം പൊക്കണം. എല്ലാവരും പൊക്കണം. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇത് തെണ്ടിത്തരവാ. മതി.